السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 11 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. 12ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തതും കേട്ടതും. വളരെ വ്യക്തമായി പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുള്ള ഒരു സൂക്തമാണ് ഇന്നീ കേട്ട ഈ 12ാമത്തെ സൂക്തം. അതിൽ പ്രധാനമായും 3-4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇന്നാ നഹ്നു, അള്ളാഹു പറയാണ്, ഇന്നാ തീർച്ചയായും നാം, നഹ്നു നാം തന്നെ. ഒന്നും കൂടെ ഗൗരവത്തിൽ വിഷയം ശക്തിപ്പെടുത്തി പറയാണ്. ഇന്നാ തീർച്ചയായും നാം, നഹ്നു നാം തന്നെയാണ്, നുഹ്യിൽ മൗത, നുഹ്യി നാം ജീവിപ്പിക്കുന്നു, അൽ മൗത മരണപ്പെട്ടവരെ, തീർച്ചയായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായും നാം തന്നെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കതബ യക്തുബു, നക്തുബു നാം എഴുതുകയും ചെയ്യുന്നു, രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാ ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുമ്പേ ചെയ്തു. നമ്മൾ അള്ളാഹുവിനോട് തശഹുദിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, മുൻകൂട്ടി ചെയ്തത്, മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ. അപ്പൊ ഖദ്ദമ മുമ്പ് ചെയ്തു. വനക്തുബു നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാ ഖദ്ദമു അവർ മുൻ ചെയ്ത കാര്യങ്ങൾ. മുൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഖൈറും ഉണ്ടാകും ഷർറും ഉണ്ടാകും, എല്ലാം നാം രേഖപ്പെടുത്തുന്നു. അവർ ചെയ്ത ആ പ്രവർത്തനങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തുന്നത്, വ ആസാറഹും അവരുടെ അവശിഷ്ടങ്ങളെയും, അവർ ബാക്കിയാക്കി വെച്ച് പോയത് വല്ലതുണ്ടെങ്കിൽ അതും എഴുതും. അതൊക്കെ എന്താണെന്ന് നമുക്ക് ധാരാളമായി മനസ്സിലാക്കാനും വിശദീകരിക്കാനും ഉള്ളവയാണ്. അസറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആസാർ. അസറുൻ എന്ന് പറഞ്ഞാൽ അടയാളം, അവശേഷിപ്പ്. അതിൻ്റെ ബഹുവചനാണ് ആസാർ, അവശിഷ്ടങ്ങൾ, ബാക്കിയായവ, അടയാളം എന്നൊക്കെ പറയും. വകുല്ല ശൈഇൻ എല്ലാ കാര്യങ്ങളും തന്നെ, വകുല്ല ശൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു അതിനെ മുഴുവനും നാം രേഖപ്പെടുത്തി, ക്ലിപ്തപ്പെടുത്തി, കണക്കാക്കിയിട്ടുണ്ട്. അഹ്സ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി, കണക്കാക്കി, ക്ലിപ്തപ്പെടുത്തി എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ് അഹ്സ. ഇഹ്സാ കേവലം എണ്ണൽ മാത്രമല്ല, വളരെ കറക്റ്റാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യവും വ്യക്തവുമായി ചെയ്യുന്നതിനാണ് ഇഹ്സാ എന്ന് പറയാം. കൃത്യമായ കാൽക്കുലേഷൻ, കൃത്യമായ നിലക്കുള്ള അതിൻ്റെ നിർണയം, അതാണ് അഹ്സാ. എല്ലാം നാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫീ ഇമാമിൻ ഒരു രേഖയിൽ, ഒരു ഗ്രന്ഥത്തിൽ. അവിടെ ഇമാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു ഗ്രന്ഥമാണ്.
ഇമാമ് പല അർത്ഥത്തിൽ ഉപയോഗിക്കും. അതിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. മുബീനിൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ നാം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം എന്താണ്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. എന്താണ് സാധാരണഗതിയിൽ ഇന്നാ നുഹ്യിൽ മൗത എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നുഹ്യിൽ മൗത എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ ഈ അർത്ഥമൊക്കെ കിട്ടും. ഈ അർത്ഥമൊക്കെ കിട്ടൂല. നുഹ്യിൽ മൗത എന്ന് പറഞ്ഞാൽ മരിച്ചവരെ നാം ജീവിപ്പിക്കുന്നതായി. എന്നാൽ അതിൻ്റെ മുമ്പ് എന്തൊക്കെ പറഞ്ഞു എന്ന് നോക്കൂ. ഇന്നാ, തീർച്ചയായും നാം, തീർന്നില്ല. നഹ്നു, നാം തന്നെയാണ്. പിന്നെ നുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്യുന്ന പ്രഥമ അഭിസംബോധിതരായ ജനതയായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകൾ. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണല്ലോ. അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ മഹാഭൂരിപക്ഷവും ഇസ്ലാം പറയുന്ന നിലക്കുള്ള ഒരു പരലോക വിശ്വാസത്തിൻ്റെ ആളുകളേ ആയിരുന്നില്ല. ഒന്ന്, മരണാനന്തരം ഇങ്ങനെ ഒരു വീണ്ടും നമ്മളെ ജീവിപ്പിക്കുക എന്നുള്ളതിനെ തന്നെ അവർ ചോദ്യം ചെയ്തിരുന്ന ആളുകളാണ്. അവർക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു ന്യൂനപക്ഷം അതിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അവരും വികലമായ നിലക്കുള്ള ഒരു പരലോക സങ്കല്പമായിരുന്നു അവർക്കും ഉണ്ടായിരുന്നതെങ്കിലും തത്വത്തിൽ പരലോകമുണ്ട് എന്ന് അംഗീകരിച്ചിരുന്ന ഒരു ന്യൂനപക്ഷം അവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം ആളുകളും എന്തായിരുന്നു? അങ്ങനെ പരലോകം, അങ്ങനെ ഒരു സംഭവം, മരിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളെ ജീവിപ്പിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടാവൂല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. ഇന്നത്തെ നാസ്തികരെ പോലെ, എന്നുള്ള നിരീശ്വരവാദികൾ, അതല്ലെങ്കിൽ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന യുക്തി തീരെ തൊട്ട് തിണ്ടിയിട്ടില്ലാത്ത വിഡ്ഢികൾ, അവരൊക്കെ ഒന്ന് അവകാശപ്പെടുന്നത് അങ്ങനെയാണല്ലോ, മരിച്ചതിന് ശേഷം ഒരു ജീവിതം വീണ്ടും ജീവിപ്പിക്കേ എന്നൊക്കെ പറയുന്നു. അപ്പം ഇതൊന്നും ഇതിൽ തുടങ്ങിയ നിഷേധമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിഷേധിക്കുന്ന കാര്യത്തെ അത് നടക്കുക തന്നെ ചെയ്യും. അതിൽ സംശയമൊന്നും വേണ്ട. ഇന്ന് കൃത്യമായി അരക്കിട്ടുറപ്പിച്ച് ഖണ്ഡിതമായി പറയുന്ന ശൈലിയാണ് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം ഇപ്പം അങ്ങനെയൊന്നും ഗൗരവത്തിൽ പറയേണ്ടതില്ലല്ലോ. നേരെ മറിച്ച് നിഷേധിക്കുന്ന ഈ കാര്യം ആയതുകൊണ്ട് അത് നടക്കും. ഒരു നിലക്കും ഒരാളും അതിനെ സംശയിക്കണ്ട. സംശയിക്കാതെ അത് ഉണ്ട് എന്ന് ഉറപ്പിച്ചാൽ മാത്രം രക്ഷപ്പെടും പരലോകത്ത്. അതാ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. യഖീന വേണം എന്ന് ഖുതുബയിൽ നമ്മൾ കേട്ടില്ലേ? യഖീന വേണം. പരലോകമുണ്ട് എന്ന് പറയാനല്ല, അത് ദൃഢമായി വിശ്വസിക്കണം. അത് ഉറപ്പാണ്. നമുക്കൊക്കെ അത്രമാത്രം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ സോഷ്യൽ മീഡിയയിലെ പലരുടെയും പ്രചരണങ്ങൾ ഇങ്ങനെ കേട്ട് പല ആളുകളുടെയും മനസ്സുകളിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നവരെ, ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ ചിലപ്പോൾ ചോദിച്ചു തുടങ്ങി, അല്ലാതെ ഉണ്ടാവൂലേ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അവിടെ എത്തുമ്പോൾ നോക്കിയാൽ പോരെ? അങ്ങനെയൊക്കെ ഒരു പരിഹാസപാത്രമാക്കുന്നൊരു വിഷയമായി മാറിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അള്ളാഹു ഇതിനെ ബുദ്ധിപരമായും സമർത്ഥിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ചുറ്റുഭാഗത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ടും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേ അല്ല. അള്ളാഹ്ക്ക് അതൊരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം റബ്ബിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ തന്നെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിസ്സാരമാണ്. ശുദ്ധശൂന്യതയിൽ നിന്നല്ലേ മനുഷ്യനെ പടച്ചത്? ശുദ്ധശൂന്യതയിൽ നിന്നല്ലേ എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ്. എങ്കിൽ പിന്നെ അവനിതൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിസ്സാരമാണ്. വളരെ കൃത്യമായി സൂറത്തുർ റൂമിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആരാണ് അല്ലാഹു എന്ന് അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ് അല്ലാഹനെ. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പിനെ ആരംഭിച്ചവനാണവൻ, സൃഷ്ടിപ്പ് തുടങ്ങിയവനാണവൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശുദ്ധശൂന്യതയിൽ നിന്ന് മനുഷ്യരെ, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും, സചേതന അചേതന വസ്തുക്കളെയും പടച്ചവനാണവൻ. അങ്ങനെയുള്ള അള്ളാഹു
സുമ്മ യുഈദുഹു, അവൻ അതിനെ പിന്നെ എന്ത് ചെയ്യും? മടക്കിക്കൊണ്ടുവരും. വീണ്ടും അതിനെ അവൻ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് വഹുവ, ആ കാര്യം അഹ്വനു അലൈഹി, അള്ളാഹ്ക്കർ നിസ്സാരാണ്. അള്ളാഹുവിനതെന്താണ്? നിസ്സാരമാണ്. ഇങ്ങനെ അവരുടെ കൃത്യമായി അവരുടെ ചിന്തയെ തട്ടി ഉണർത്തി വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലെ 104-ാമത്തെ ആയത്തിലും പറഞ്ഞു, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, കമാ ബദഅനാ, നാം തുടങ്ങിയതുപോലെ, അവ്വല ഖൽഖിൻ, സൃഷ്ടിപ്പിന്റെ ആരംഭം നമ്മൾ തുടങ്ങിയില്ലേ, അതുപോലെ നുഈദുഹു, ഇനി അത് വീണ്ടും പോയാൽ അത് വീണ്ടും മടക്കി കൊണ്ടുവരാനും നമുക്ക് കഴിയും. ഇന്നാ കുന്നാ ഫാഇലീൻ, അല്ലാഹു പറയുന്നു തീർച്ചയായും നാം അത് ചെയ്തിരിക്കും. ഇന്നാ കുന്നാ ഫാഇലീൻ, തീർച്ചയായും നാം അത് ചെയ്തിരിക്കും. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് ഒരു ദൃഢമായ ബോധ്യപ്പെടുത്തൽ ആവശ്യമുള്ളത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസ്സാരമാണ്. ഇനി മനുഷ്യരോട് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നിനക്ക് കാര്യം പിടികിട്ടില്ലേ എന്ന് ഏതൊരു സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മരണാനന്തരം മനുഷ്യരെ വീണ്ടും അവൻ ജീവിപ്പിക്കും എന്നുള്ള കാര്യത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ അതുപോലെ തന്നെ സൂറത്ത് ഖാഫിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചു തരേണ്, വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അന്നക, തീർച്ചയായും നീ, തറൽ അർള ഖാശിഅതൻ, ഈ ഭൂമിയിലേക്ക് നോക്ക്, അതിങ്ങനെ വറ്റി വരണ്ട് കട്ട കീറി കിടക്കുകയാണ്, വിണ്ട് കീറി കിടക്കുന്ന കട്ടപ്പാടങ്ങൾ. ഏറ്റവും നല്ല വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ മീനച്ചൂടിൽ ഉരുകുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും, അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും പാടങ്ങളും വയലുകളും ഒക്കെ ഇങ്ങനെ കട്ട കീറി ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്നുണ്ടാവും. അള്ളാഹു പറയുന്നത്, ഇത് നോക്കുന്നില്ലേ മനുഷ്യന്മാർ അവൻ്റെ ചുറ്റുഭാഗത്തേക്ക്? അവിടെ വല്ലതും കാണുന്നുണ്ടോ? ചെടികളുണ്ടോ? സസ്യങ്ങളുണ്ടോ? മറ്റു വല്ലതുമുണ്ടോ? അതേമാതിരി പല പ്രദേശങ്ങളിലും ഒരു കാലത്ത് പോയി നോക്കിയാൽ നല്ല കരിമ്പാറകളാണ് കാണുക, കറുത്ത പാറകൾ, കുന്നുകൾ. ആളുകളൊക്കെ ഈ സലാലയിലേക്ക്, ഇവിടെയുള്ള കടുത്ത ചൂടുള്ള സമയത്ത് സലാലയിലെ ഖരീഫ് കാണാൻ പോകും. ആ കാലത്തല്ലാത്തൊരു കാലത്ത് സലാലയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കുന്നുകളൊക്കെ കാണുമ്പോൾ കറുത്ത കരിമ്പാറക്കെട്ടുകളാണ്, കറുത്ത പാറകളാണ്, മൊട്ടക്കുന്നുകളാണ്. എന്നാൽ ഖരീഫിൻ്റെ ആ സമയത്തോ എല്ലാം പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ്. എല്ലാം മല കാണൂല, ഒക്കെ ഇങ്ങനെ പച്ചപ്പടിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാം. മനുഷ്യരോട്, മനുഷ്യനെ എവിടെ താമസിക്കുന്ന മനുഷ്യരാണെങ്കിലും അവൻ താമസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കുകയാണ്. ഇങ്ങനെ നീ കാണുന്നില്ലേ പ്രദേശങ്ങൾ, വരണ്ട് കട്ടകീറിക്കിടക്കുന്ന പ്രദേശങ്ങൾ? എന്നിട്ടോ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ, അതിൻ്റെ മുകളിലേക്ക് നാം അങ്ങ് വെള്ളത്തെ ഇറക്കി കൊടുത്താൽ, അഥവാ മഴ പെയ്താൽ, മഴവെള്ളാണ് കിട്ടിയാൽ, ഇഹ്തസ്സത്ത് വറബത്ത്, അതതാ പുഷ്പിക്കുന്നു, വളരുന്നു, അതിൽ ചെടികൾ വളരുന്നു, സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നു, കായ്കളും പൂക്കളും ഒക്കെ അണിയുന്നു. ഇത് നീ കാണുന്നില്ലേ? ഇന്നല്ലദീ അഹ്യാഹാ, തീർച്ചയായും അവയൊക്കെ ജീവിപ്പിച്ചവനാരോ. ഇവിടെ ഒന്നുമില്ലാതിരുന്നല്ലോ എന്ന് പറഞ്ഞിരുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഇവിടെ ചെടി വളർന്നത്? എങ്ങനെയാണ് അവിടെ വൃക്ഷങ്ങൾ ഉണ്ടായത്? എങ്ങനെയാ സസ്യങ്ങൾ ഉണ്ടായത്? മഴ കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുളച്ചിങ്ങനെ വന്നു. ആര് കൊണ്ടുപോയി കുഴിച്ചിട്ടത്? എവിടുന്ന് വന്നു? എവിടുന്നാ ഇതൊക്കെ മുളച്ചു പൊന്തിയത്? എന്നാൽ നീ കാണുന്നില്ലേ, ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഭൂമിയിൽ മഴവെള്ളം കിട്ടിയാൽ അതിൽ നിന്ന് നല്ല അന്തസ്സോടുകൂടി നല്ല മനോഹരമായ ചെടികളും സസ്യങ്ങളും അത് വളർന്ന് പുഷ്പങ്ങളും കായ്കനികളുമൊക്കെയായി മനോഹരമായി നീ കാണുന്നില്ലേ? ആ ഭൂമിക്ക് ജീവൻ കൊടുത്തവനാരോ, അവൻ തന്നെയാണ് ലമുഹയിൽ മൗത്താ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ അവൻ തന്നെയാണ്. അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല. ഒരു മനുഷ്യൻ മരിച്ചവനെ മണ്ണിലാണ് ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ ബോഡി മുഴുവൻ നശിക്കുകയാണ്, പ്രവാചകന്മാരുടേതൊഴികെ. പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖുള്ള ചില ആളുകൾക്കും നശിക്കാതെ കിടന്നേക്കും. എന്നാൽ സാധാരണഗതിയിൽ എല്ലാവരുടെ ബോഡിയും നശിക്കും. അതിൽ ഒരു ത്രികാസ്തി എന്ന് പറയുന്ന നമ്മുടെ ബാക്ക് ബോൺ നമ്മളെ എന്താണ് പറയുക, നമ്മളെ ഈ നട്ടെല്ലിൻ്റെ അവസാന ഭാഗത്ത് ചെറിയ ഒരു സാധനം, മലയാളത്തിൽ അതിന് ത്രികാസ്തി എന്നാണ് പറയുക. അത് അവിടെ ലയിക്കാതെ മണ്ണിലുണ്ടാവുന്ന, അതിൽ നിന്ന് വീണ്ടും ജന്മം നടക്കും. സുബ്ഹാനല്ലാഹ്. ഏതൊന്നിൻ്റെയും ഒരു വിത്ത്, ഏതൊന്നിൻ്റെയും ഒരു അവശിഷ്ടം, ഏതൊന്നിൻ്റെയും എന്തെങ്കിലും ഒരു ഭാഗം ഇവിടെ നടക്കുന്നുണ്ട്.
എന്നാൽ അതൊന്നും ഇല്ലാതെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്. അതാ റബ്ബ് ചോദിക്കുന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവന് പിന്നെ എന്തെങ്കിലും ഒന്നില്ലെന്നതിനെ പെട്ടെന്ന് മടക്കിക്കൊണ്ടുവരാൻ വല്ല പ്രയാസമുണ്ടോ? അള്ളാഹുവിന് അതൊന്നും ഒരു പ്രയാസമുള്ള സംഗതിയല്ലല്ലോ. അപ്പൊ ചുറ്റുഭാഗത്തും നമ്മൾ കാണുന്നത് തന്നെ നമുക്കുള്ള തെളിവുകളാണ്. എന്നിട്ട് അള്ളാഹു അത് പറഞ്ഞിട്ട് പറയും, ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ മരിച്ചവരെങ്ങനെ ജീവിപ്പിക്കുക? ഇതൊക്കെ അവരിങ്ങനെ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് എന്നോ ജീവൻ പോയി കിടക്കുന്ന ശവകുടീരങ്ങളിൽ നിന്ന് എല്ലും ഇതൊക്കെ മാന്തിയെടുത്തിട്ട് നുരുമ്പി അത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്പി ഉഗരണ്ട് ഊതിയിട്ട് ചോദിക്കും, ഇതിനെയാണോ അപ്പോൾ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഈ യാസീൻ്റെ അവസാനത്ത് തന്നെ അല്ലാഹു തആല മറുപടിയും പറയുന്നുണ്ട്. നമ്മൾ പഠിച്ച കൊച്ചു സൂറത്തുകളിലുമുണ്ട്, ഇദാ കുന്നാ ഇളാമൻ നഖിറ, ഇദാ കുന്നാ ഇളാമൻ നഖിറ, നമ്മൾ നുരുമ്പിപ്പോയ എല്ലുകളായതിൻ്റെ ശേഷവും അവൻ നമ്മളെ വീണ്ടും ജീവിപ്പിക്കുമെന്നോ? ഹേയ്, അതെങ്ങനെ നടക്കാനാണ്? അതിനൊക്കെ അള്ളാഹു ഗൗരവത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്, നിസ്സംശയം, നിസ്സംശയം, വളരെ പെട്ടെന്ന്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവൻ ഉണ്ടാകണമെങ്കിൽ എന്തേ വേണ്ടൂ? അവൻ അതിനോട് നീ ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ, അപ്പോഴേക്കത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് ഒരിക്കലും അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാവൂ, എന്തപ്പോ ഈ പറയണ്, എത്ര കാലമായി, ഇനി ഇതൊക്കെ നടക്കൂ, ഒരു ലെവലേശം പോലും, ഒരു മൈക്രോ, എത്ര അതിൻ്റെ ഏറ്റവും ചെറിയ അളവെങ്കിൽ അത്ര പോലും നമ്മുടെ മനസ്സിൽ സംശയം കടന്നുകൂടാൻ പാടില്ല. ഉറപ്പാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഇനി ഇത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അവൻ പരിസരത്ത് നോക്കിയിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞതാണെങ്കിൽ, ഇനി ലോകം തേടുന്ന ഒരു നീതിയുടെ പാഠമുണ്ട്. അത് അംഗീകരിക്കുന്നവർക്കും മരണാനന്തരം ഒരു ജീവിതമല്ല ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനെയാണ് ജീവിച്ച് ഇങ്ങനെയാണ് മരിച്ചുപോയി, ബാക്കി ഒന്നുമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ എല്ലാവർക്കും എന്തും ചെയ്തൂടെ? ഞാനെന്തിനാ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാതിരിക്കുന്നത്? ഇവിടെ നൈതിക ബോധം, നീതി പിന്നെ എവിടെയാണ്? ഇവിടെ മനുഷ്യൻ എന്തിനാണ് ധാർമ്മികമായി ജീവിക്കുന്നത്? എനിക്ക് ഞാൻ തോന്നിയതൊക്കെ നന്മ, നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയതൊക്കെ നന്മ. അത് വേറുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും വേണ്ടില്ല. എനിക്കെന്താണോ സുഖം തോന്നുന്നത് അതൊക്കെ നന്മ, എനിക്കെന്താണോ സുഖം തോന്നാത്തത് അതൊക്കെ തിന്മ. ഇങ്ങനെയായിരുന്നു ഈ ലോകത്തൊരു സംവിധാനമെങ്കിൽ ഈ ലോകം കൊണ്ട് ആർക്കാ ഇവിടെ നീതിട്ട? എത്ര ആളുകൾ അവിടെ കൊന്നൊടുക്കി, എത്ര ആളുകൾ ജന്മനാ തുടങ്ങി മരണം വരെ ഈ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നു. കഷ്ടപ്പാടിൻ്റെ രോഗങ്ങൾ കൊണ്ട് പിറന്നു വീണ് മരണം വരെ ആ രൂപത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയായി എത്രയോ ആളുകൾ കഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ എത്ര ആളുകൾ ഈ ലോകത്ത് നല്ല നല്ല നന്മകൾ കാഴ്ചവെച്ചുകൊണ്ട് മരിച്ചു പോകുന്നു. ഇവർക്കൊക്കെ ചെയ്ത നന്മകൾക്ക് തുല്യമായ ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അവർ ചെയ്ത തിന്മകൾക്ക് തുല്യമായ ഒരു ശിക്ഷ കിട്ടുന്ന ഒരു ലോകം ഇല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഇപ്പൊ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ശരിക്ക് കൊടുക്കണം, അവനെ നിർത്തി വെട്ടണം, അവനെ അതേപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും ആളുകൾ. എന്താണ്? ഏത് നിഷേധിയുടെയും മനസ്സിൽ ആ ഒരു വികാരമുണ്ട്. ജോലിക്ക് കൂലി കിട്ടിയേ പറ്റൂ, ജോലിക്ക് കൂലി കിട്ടണം, നന്മ ചെയ്തവന് നന്മ കിട്ടണം, തിന്മ ചെയ്തവന് തിന്മയുടെ പ്രതിഫലം കിട്ടണം. പക്ഷെ അത് എവിടുന്ന്? ആ ചോദ്യത്തിന് നിരീശ്വരവാദികൾക്ക് മറുപടിയില്ല. എവിടുന്ന് അത് കിട്ടുക? ഈ ലോകത്ത് സംവിധാനമുണ്ടോ? അവരുടെ കണക്കിൽ ഇവിടെ ഒരാളെ കൊന്നവനും 1000 കൊന്നവനും 1,00,000 കൊന്നവനും കോടിക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയവനും ഒരു വ്യത്യാസമല്ല. മാക്സിമം കോടതിയിൽ നിന്ന് എല്ലാ വക്കീലന്മാരുടെ വാദപ്രതിവാദങ്ങളും ഇവൻ്റെ പണത്തിൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ റെക്കമെൻഡുകളും ഒക്കെ കവച്ച് കടന്ന് ഇവൻ കുറ്റവാളിയാണ് എന്നാണ് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് കോടതി അവന് വധശിക്ഷ വിധിച്ചു. എത്ര ആളെ കൊല്ലാൻ പറ്റും? എത്ര വട്ടം കൊല്ലാൻ പറ്റും? ഒരാളെ കൊന്നവനും അവനെ കൊല്ലാനേ പറ്റുള്ളൂ. 1000കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ഒരു ഭീകരനെ കൊല്ലാനും ഒരിക്കൽ കൊല്ലാനേ പറ്റുള്ളൂ. നീതി ഉണ്ടോ ഈ ലോക കോടതിയിൽ? ഈ ലോകത്ത് നീതി കിട്ടുമോ? ശരി, ഒരാളെ കൊന്നവന് പിടിക്കപ്പെട്ടാലും അവനെ കൊല്ല, 100 ആളെ കൊന്നവനും അവനെ കൊല്ല, 1000 കൊന്നവനും അവനെ കൊല്ല. തലമുറകളോളം നിലനിൽക്കുന്ന ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇട്ട ആ രൂപത്തിലുള്ള കെമിക്കൽ വെപ്പൺസ്, അതുപോലെ തന്നെ സംവിധാനങ്ങൾ, ഈ ലോകം ഇന്നും നരകിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുത്തലുകൾ ഒരു രാജ്യത്തിൻ്റെ മേഖലകളിലേക്ക് ഏറ്റവും വലിയ തലമുറകളെപ്പോലും നിത്യരോഗികളാക്കി മാറ്റിയ നമ്മുടെ നാടൊക്കെ എൻഡോസൾഫാനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്ന കാലമാണ്. ഇന്നും ആ പ്രദേശങ്ങളിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ
കല എത്ര വലുപ്പത്തിലൊക്കെ ആയിട്ടാണ് ഇന്നും അതിൻ്റെ കെടുതികൾ വിട്ടുമാറിയിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതിനൊക്കെ കിട്ടണ്ടേ? ആരൊക്കെ ഈ കോലത്തിലാക്കി അതിന് തക്ക ശിക്ഷ കിട്ടണ്ടേ? എവിടെയാണ് ഈ പണക്കാരൻ അവൻ്റെ പണം കൊണ്ട് എന്തും നേടിയിട്ട് എന്ത് ഉൽമ ചെയ്താലും അവൻ ഈ ലോകത്ത് സ്റ്റാർ സംവിധാനത്തിൽ അവൻ ജീവിക്കും, ഏതെങ്കിലും ഒരുത്തനെ പേരിന് ഉള്ളിലാക്കും, അവൻ്റെ കുറ്റം ഇവിടെ ഏറ്റെടുക്കും വേറെ ആളുകൾ. അപ്പൊ ഇവിടെ എവിടെയും നീതി? അതുകൊണ്ട് നീതിയുടെ ഒരു ലോകം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നീതി കിട്ടണം. എന്താ എല്ലാവരും അവസാനം പറയലെന്താ? ഏത് മർദ്ദിതനായ മനുഷ്യനും സമാധാനിക്കൽ എന്തിനാ? ആഖിറത്തിൽ ഞാൻ കണ്ടോളാന്നാണ്. ആഖിറത്തിൽ അവന് കിട്ടിക്കോളും, പരലോകത്ത് അവന് കൊടുത്തോളും. എന്നെ ബുദ്ധിമുട്ടിച്ചില്ലേ, ആഖിറത്തിൽ അവന് കാണാം. എന്താണ് അതൊരാശ്വാസം? അപ്പൊ മനുഷ്യന്റെ നീതിബോധം തേടുന്നുണ്ട്. മരണാനന്തരം ഒരു ജീവിതം വേണമെന്നും, ഖൈറ് ചെയ്തവന് പ്രതിഫലം കിട്ടണമെന്നും, ഷെറ് ചെയ്തവന് തക്ക ശിക്ഷ കിട്ടണമെന്നും മനുഷ്യന്റെ നീതിബോധം ആവശ്യപ്പെടുന്നുണ്ട്. ആവറേജ് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധി അത് ആവശ്യപ്പെടുന്നുണ്ട്. അത് യുക്തിവാദിയുടെ ബുദ്ധിയല്ല, അത് നിരീശ്വരവാദിയുടെ ബുദ്ധിയല്ല, യമുക്കളുടെ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഇതിനെയൊക്കെ പരിഹസിക്കുന്ന ജന്തുക്കളുടെ ബുദ്ധിയല്ല. ഇത് മനുഷ്യന്റെ ബുദ്ധിയാണ്. എല്ലാവരും അത് അംഗീകരിക്കും. അതില്ലെങ്കിൽ പിന്നെ എന്തായി ജീവിതത്തിൻ്റെ അർത്ഥം? എന്തും ചെയ്യാൻ, എന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല, മരിച്ചൊക്കെ കഴിഞ്ഞു, നടക്കൂല. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മികതയും നീതിബോധവും ആവശ്യപ്പെടുന്നുണ്ട്. മരണാനന്തരം ഇവിടെ എന്ത് വേണം? ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹനെ സ്തുതിച്ച് പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ എന്താ തുടക്കത്തിൽ പറയുന്നത്? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. 3 കാരണങ്ങൾ നമ്മൾ അതിന് പറയുന്നുണ്ട്. 4 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, റബ്ബുൽ ആലമീനാണ്, സർവ്വലോകരുടെയും പരിപാലകനാണവൻ. ഈ ലോകത്ത് വേണ്ടത് എല്ലാവർക്കും കൊടുത്ത് പരിപാലിച്ചു പോരുന്ന റബ്ബാണവൻ. അൽഹംദുലില്ലാഹ്. ഞാനടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും ആവശ്യമായതൊക്കെ നൽകി പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന യജമാനനാണവൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അവന് സർവസ്തുതിയും. 2ാമത്തെ കാരണം അർ-റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. 3, അർ-റഹീം, അവൻ പ്രത്യേകം പരലോകത്ത് ഇവിടെ കരുണ ലഭിക്കാത്തവർക്ക് പ്രത്യേകം അവന്റെ റഹ്മത്തിനെ നീട്ടിവെച്ച് അങ്ങോട്ട് കൊടുക്കുന്നവനാണ്. 4ാമത്തെ കാര്യം പറഞ്ഞു, മാലിക് യൗമുദ്ദീൻ, നീതിയുടെ ഒരു നാള്, പ്രതിഫലത്തിന്റെ നാളിന്റെ ഉടമയാണവൻ. യൗമുദ്ദീൻ എന്നത് അവൻ നിശ്ചയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പരലോകത്ത് പ്രത്യേകമായി പ്രതിഫലം അവൻ വളരെ വ്യക്തമായി കൊടുക്കേണ്ട അളവിൽ, ഒരാളെ കൊന്നവനതിൻ്റെ ശിക്ഷ, 1000ങ്ങളെ കൊന്നവനതിൻ്റെ ശിക്ഷ, ഓരോരുത്തർക്കും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അണുത്തൂക്കം നന്മയുണ്ടോ വിടൂല, അല്ലാഹ് മറക്കൂല, എല്ലാം കിട്ടും. അണുത്തൂക്കം തിന്മയുണ്ടോ കാണും. അത്ര കറക്റ്റായിട്ട് അള്ളാഹു അവിടെ നീതിയുടെ കൃത്യമായ കാര്യങ്ങൾ അവിടെ നടപ്പിൽ വരുത്തും. അൽഹംദുലില്ലാഹ്, അങ്ങനത്തെ ഒരു ലോകമുണ്ടല്ലോ. എനിക്കിവിടെ കിട്ടാത്തതൊക്കെ അവിടെ കിട്ടും, ഇവിടെ എനിക്ക് തടയപ്പെട്ടതൊക്കെ അവിടെ കിട്ടും, ഇവിടെ എന്നെ മർദ്ദിച്ചവർക്ക് അവിടെ റബ്ബ് ഉത്തരം കൊടുത്തോളും, ഇവിടെ എന്നെ പ്രയാസപ്പെടുത്തിയവരോട് റബ്ബ് പകരം ചോദിച്ചോളും, ഇവിടെ എന്നെ കഷ്ടപ്പെടുത്തിയവർക്ക് റബ്ബ് അവിടെ പകരം കൊടുത്തോളും, ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്കെൻ്റെ റബ്ബ് പ്രതിഫലം തന്നോളും. എന്തൊരാശ്വാസമാണത് മനുഷ്യരുടെ മനസ്സുകളിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ കുദറത്ത് വെച്ച് നോക്കിയിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, എനിക്കൊരു നിസ്സാരമാണ്, വളരെ പെട്ടെന്ന് എനിക്കിതൊക്കെ നടത്താൻ പറ്റും, എൻ്റെ കഴിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കൊന്നും വേണ്ടാന്ന് ആദ്യം പറയും. 2ാമത്തെ, നിങ്ങൾ തന്നെ ജീവിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്ക്. ഒന്നുമല്ലാതെ കിടക്കുന്ന ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ ഈ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഈ ചെടിയൊക്കെ മുളച്ചു വരുന്നത്? നിങ്ങൾ പോയി നട്ടതൊന്നും അല്ലല്ലോ. എവിടുന്നാ അത് വന്നത്? എവിടുന്നാണ് ഇതിങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഉണ്ടായത്? എങ്ങനെയാണ്? അതേപോലെ റഹ്മാനായ റബ്ബ് നാളെ മഹ്ശറിലേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രയാസമല്ല. 3ാമത്തേത്, മനുഷ്യരെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇവിടെ നന്മക്ക് തുല്യമായ പ്രതിഫലം കിട്ടണം, തിന്മക്ക് തുല്യമായ പ്രതിഫലം കിട്ടണമെന്ന്? ആ നീതി ബോധം പോലും ആവശ്യപ്പെടുന്നില്ലേ അങ്ങനെ ഒരു ദിവസം വേണമെന്ന്? എങ്കിൽ ആ ദിവസമാണ് പരലോകം. ഇടത്തട്ടുകാരുടെ ശല്യമില്ലാത്ത, റെക്കമെൻഡുകാരുടെ പ്രളയമില്ലാത്ത, സ്വാധീനമുള്ളവരുടെ സ്വാധീനങ്ങൾ വിലപ്പോകാത്ത നാളെന്നാണ് പരലോകത്തെ അള്ളാഹു മിക്ക ആയത്തുകളിലും പരിചയപ്പെടുത്തുക. ലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ.
അവിടെ പ്രതിഫലമൊന്നും സ്വീകരിക്കൂല, അവിടെ റെക്കമെൻഡ് സ്വീകരിക്കൂല, അവിടെ എൻ്റെ കെയർ ഓഫിൽ അവരെ രക്ഷപ്പെടുത്തുക, അതൊന്നും അവിടെ നടക്കൂല. അതൊക്കെ ദുന്യാവില. പണം തന്നാ തരാ, അതൊക്കെ ഇവിടെ ദുന്യാവിൽ നടക്കും. എൻ്റെ പരലോകത്ത് അതൊന്നും നടക്കൂല. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി എന്താ ഇതിലപ്പുറം അള്ളാഹു തആല പറയേണ്ടത്? ഒരാളുടെ ഒരു അക്രമിയായ മനുഷ്യൻ അവൻ കൊതിച്ചു പോകുമെന്നാണ്. എന്ത്? ഒരാൾക്ക് ഭൂമി നിറയെ അത്ര തന്നെ പിന്നെയും സ്വർണ്ണം ഉണ്ട് എന്ന് വിചാരിച്ചോളി. ഭൂമി കേട്ടോ, ഇതൊരു പവനോ ഒരു കിലോയോ ഒന്നുമല്ല ഈ പറയുന്നത്. ഭൂമി മുഴുവൻ സ്വർണ്ണുണ്ട്, അത്ര തന്നെ വീണ്ടും സ്വർണ്ണുണ്ട്. അതുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നരകശിക്ഷ കാണുമ്പോൾ ഇത് ഞാനാണ് തരാ അല്ലാഹ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് മനുഷ്യൻ കെഞ്ചുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. അപ്പം എത്ര കടുത്ത ശിക്ഷയാണ് അവിടെ നടക്കുക. പണം എന്തുണ്ടായിട്ടും കാര്യമില്ല, ഒന്നും അവിടെ പോകില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. മക്കളുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഭയങ്കര സ്വാധീനമുള്ള മക്കളുണ്ടെങ്കിൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ എന്നെ രക്ഷപ്പെടുത്തിക്കോളും. സമ്പത്തുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കോളും. കോടികളാണ് കൊടുത്താൽ എന്ത് കേസിൽ നിന്നും പൂ പോലെ ഊരി പുറത്തേക്ക് ഇറങ്ങി വിലസിനടക്കാം. ഒന്നും അവിടെ നടക്കൂല. അള്ളാഹുവിൻ്റെ റസൂൽ ശഫാഅത്ത് ചെയ്യുന്നത് പോലും മുഅ്മിനീങ്ങളിലെ ദോഷികൾക്ക് വേണ്ടി മാത്രമാണ്. അത് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് അനുവാദം കിട്ടുവോളം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബ് നിശ്ചയിക്കുന്ന കാലഘട്ടങ്ങൾ എത്രയാണോ അത്രയും കാലം സുജൂദ് കടന്ന് ദുആ ചെയ്യണം അള്ളാഹിനോട്. എന്നിട്ട് ദുആ ചെയ്യുമ്പോഴാണ് അള്ളാഹു തആല പറയാ, മുഹമ്മദേ നിന്റെ തല ഉയർത്തിക്കോ, ചോദിച്ചോളൂ തരാം. അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കാഫറായി മരിച്ചുപോയി ഒന്നും നടക്കൂല. ഒരു റെക്കമെൻഡിൻ്റെ തരി അവർക്ക് ഉപകരിക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ലോകമാണെന്ന് ആരാ മോഹിക്കാത്തത്? അത് നടക്കും, അത് കിട്ടും എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, തീർച്ചയായും നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഇനി അതിൽ സംശയമൊന്നും വേണ്ട, മരിച്ചവരെ ജീവിപ്പിക്കും. ഇനി അവിടെ തന്നെ വേറെയും നമ്മൾ മനസ്സിലാക്കണം. ഈ നേരത്തെ നമ്മൾ ആയത്തുകളിൽ പറഞ്ഞു, ചില മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ അങ്ങനെയാണ്, ചത്തുപോയിട്ടുണ്ട്. ചത്തുപോയ ഹൃദയങ്ങളെപ്പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നുകൂടായികയൊന്നുമില്ല. ഹൃദയം ചത്തവർ ഒരു പക്ഷേ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ അവർക്കൊരു മാറ്റം വന്നുകൂടായികയൊന്നുമില്ല. അങ്ങനെ ചത്തുകിടക്കുന്ന ഹൃദയങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം കിട്ടി, വിശുദ്ധ ഖുർആനാകുന്ന തേൻ മഴ അവരുടെ ഹൃദയങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ അവരുടെ മനസ്സിൽ സത്യപാതയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിന് അതൊക്കെ നിമിത്തമായേക്കും. അതൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്. ആരാണ്? അല്ലാഹുവാണ്. ലോകത്ത് ഏറ്റവും വലിയ തെമ്മാടികളായി ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ അവസാന കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് നല്ലവരായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. നേരെ മറിച്ചും സംഭവിക്കാം. അതുകൊണ്ടുകൂടിയാണ് നമ്മളോട് നിത്യവും പ്രാർത്ഥനയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കാനും പറയുന്നത്. മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് നിർത്തി തരണേ, അതിന് തെറ്റിപ്പോകല്ലേ. കാരണം തെറ്റിപ്പോകാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. മുൻ ആയത്തുകളിൽ പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകളെയാണ്. അവരെയും വിശ്വാസം സ്വീകരിച്ച ആളുകളെയും ഒക്കെ നമ്മൾ പരലോകത്ത് കൊണ്ടുവരും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരണപ്പെട്ടവരെ ഒന്നടങ്കം നാം പരലോകത്ത് ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അതിൽ കാഫറും ഉണ്ടാവും, മുഅ്മിനും ഉണ്ടാവും, ഫാസിഖും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇനി എന്തിനാ ഞാൻ അവരങ്ങോട്ട് ജീവിപ്പിച്ച് കൊണ്ടുവരുന്നത്? ഇങ്ങനെ കാണാനാ? അവരൊക്കെ ഒന്ന് കണ്ട് എന്നാ ഞങ്ങളൊക്കെ ഇനി പൊയ്ക്കോളിഞ്ഞൊക്കെ നശിച്ചോളൂ എന്ന് പറയാനാ? അല്ലാഹു തആല പറയണം, അടുത്ത വാചകം വളരെ ശ്രദ്ധിക്കുക. വനക്തുബു, നമ്മളോട് പറയാണ്, നാം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. നാം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. നക്തുബൂന അല്ല പറയുന്നത്, നാം എഴുതുന്നു. അപ്പൊ അവിടെ നാം എഴുതുന്നു എന്ന് പറഞ്ഞാൽ ആരാ എഴുതുന്നത്? അള്ളാഹു എഴുതുന്നുണ്ടോ? അള്ളയല്ല എഴുതുന്നത്. അള്ളാഹു നിശ്ചയിച്ച ഉദ്യോഗസ്ഥരായ മലക്കുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കർമ്മരേഖകൾ തയ്യാറാക്കുന്നത്, എഴുതി രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണവർ. അത്തരത്തിലുള്ള മാന്യത വിട്ട് കളിക്കുകയില്ല അവരൊരിക്കലും. നമ്മൾ പറയാത്തത് ചെയ്യാത്തത് നമ്മുടെ പേരിൽ എഴുതി വെക്കൂല. എന്തെങ്കിലും ചെയ്തത് അവർക്ക് വിട്ടുപോകൂല. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ ആയത്തല്ലേ ഇത്? കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരറിയും.
അപ്പൊ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ അവർക്ക് എന്തൊക്കെ അറിയേണ്ടതുണ്ടോ അതൊക്കെ അവർ അറിയുന്നു, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു, അവരത് രേഖപ്പെടുത്തുന്നു, എല്ലാം എഴുതുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാചകം പോലും മനുഷ്യൻ ഉരിയാടുന്നില്ല, അവൻ്റെ അടുക്കൽ കൃത്യവും വ്യക്തവുമായ നിലക്ക് ഒരുങ്ങി തയ്യാറായിട്ടിരിക്കുന്ന സൂക്ഷ്മ നിരീക്ഷകന്മാരെ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അതൊക്കെ നാം ശരി പകർപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രൂ കോപ്പി എടുക്കുകയാണ്. ഇസ്തൻസഖ, ട്രൂ കോപ്പി എടുക്കുകയാണ്. കൃത്യമായ ഒരു ക്യാമറ, ഒരു കേടും സംഭവിക്കാത്ത, ഒരു തകരാറും സംഭവിക്കാത്ത ഒരു ക്യാമറ സദാ നമ്മെ നിരീക്ഷിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ, നിങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സദാ നിരീക്ഷിച്ചുകൊണ്ട്. അങ്ങനത്തെ ഒരു ശക്തി ലോകത്ത് വേറെയില്ല. സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, മയക്കം പോലുമില്ല, പിന്നെയല്ലേ ഉറക്കം. സിനത്തും ബാധിക്കില്ല, തൂങ്ങി ഉറക്കം പോലുമില്ല, ക്ഷീണമില്ല, മയക്കമില്ല, ഉറക്കമില്ല, മരിക്കില്ല, ഹയ്യാണവൻ, സദാ ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ല. ആകാശഭൂമികളെ മുഴുവനും ഇങ്ങനെ ഇത്രയും നിയന്ത്രിക്കുന്ന മുദബ്ബിറായ റബ്ബിനൊരു ക്ഷീണം തോന്നൂലേ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലേ? ഇല്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവയുടെ സംരക്ഷണം അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, ഒരു തളർച്ചയും ഉണ്ടാക്കുന്നില്ല, ഒരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ഭാവിയും ഭൂതവും വർത്താനമൊക്കെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മെക്കുറിച്ച് എല്ലാം അവന് കൃത്യമായിട്ട് അറിയാം. എല്ലാം അങ്ങനെ അറിയാവുന്ന ആ റബ്ബ് സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനേൽപ്പിച്ച മലക്കുകൾ അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും നമ്മളൊന്നും ചെയ്താൽ അത് അവർ ഓർമ്മയിൽ നിന്ന് പോകുന്നില്ല, അതവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല മനുഷ്യർ ചെയ്തിട്ടുള്ള ചെയ്തികളെ കുറിച്ച് സൂറത്തുൽ മുജാദലയിൽ പറഞ്ഞു, അഹ്സാഹുല്ലാഹ്, അല്ലാഹു അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കൃത്യമായി കണക്കാക്കിയിരിക്കുന്നു. വനസൂഹു, ചെയ്തവർ അത് മറന്നുപോയിരിക്കുന്നു. നമ്മളെന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് ഇന്ന് രാവിലെ മുതൽക്ക് ഓരോ സെക്കൻഡിലും എന്ത് നടന്നു എന്ന് നമ്മളൊന്ന് കടലാസ് എടുത്ത് എഴുതാൻ തയ്യാറായി വയ്ക്കുക. എത്ര ഓർമ്മ ഉണ്ടാവും? ഇന്നത്തെ കാര്യം ഞാൻ പറയണേ, എത്ര ഓർത്തോർത്ത് എഴുതേണ്ടി വരും. 10 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഇത് വിട്ടുപോയി എന്ന് പറയും. ഇന്നത്തെ കാര്യം കോടാനുകോടി വരുന്ന ജനകോടികളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ റബ്ബിൻ്റെ കൃത്യമായ രേഖയിലുണ്ട്. ചെയ്തവരതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും, അല്ലാഹ് മറക്കൂല. അതുകൊണ്ട് പ്രവർത്തിച്ചവർക്ക് പോലും ഉൾക്കൊള്ളാൻ തോന്നില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ അത്ഭുതം കൂറൽ, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു രേഖയാണ്, ഇതെന്തൊരു പുസ്തകമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ വവുദിഅ الكتاب فترى المجرمين മുശ്ഫിഖീന മിമ്മാ ഫീഹി. ഗ്രന്ഥം അവരുടേതായ ഓരോരുത്തരുടെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ അവരുടെ സഹീഫത്തുൽ അഅ്മാൽ, കർമ്മ പുസ്തകങ്ങൾ അങ്ങനെ അവരുടെ മുമ്പിൽ അങ്ങ് നിവർത്തി കാണിച്ചു കൊടുക്കുമ്പോ കുറ്റവാളികൾ വലിയ പരിഭ്രാന്തിയിൽ അതൊരൊറ്റ നോട്ടം നോക്കുമ്പോഴേക്ക് അവർ പേടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, എന്തൊരു കിതാബാണിത്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തകമാണിത്, വല്ലാത്തൊരു പുസ്തകമാണല്ലോ. ലാ യുഗാദിറു, ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ, സഗീറത്തൻ, ഒരു ചെറുതോ വലുതോ ആയ അതൊന്നും തന്നെ ഇല്ല, അഹ്സാഹാ, ഇതിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ. വവജദൂ, അവർ കാണുകയും ചെയ്യുകയാണ്, മാ അമിലൂ, അവർ പ്രവർത്തിച്ചത് മുഴുവനും ഹാദിറാ, ഒക്കെ അവരുടെ മുമ്പിൽ അങ്ങ് ഹാജരായി കാണിച്ചു കൊടുക്കുകയാണ്. വല്ലാത്തൊരു വെപ്രാളത്തിൽ നിന്ന് അകപ്പെടുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് പറയണു, വനക്തുബു, നാം രേഖപ്പെടുത്തുന്നുണ്ട്, മാ ഖദ്ദമു, അവർ ചെയ്തു വെച്ചത് എന്തൊക്കെയാണോ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ മുഫസ്സിറുകളെല്ലാവരും കൃത്യമായി രേഖപ്പെടുത്തി. ചെയ്തു വെച്ച മാ ഖദ്ദമു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള മിനൽ ഖൈരി വശർരി,
ഖൈറാണെങ്കിലും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, ഷർറാണെങ്കിലും രേഖപ്പെടുത്തുന്നുണ്ട്. നേർക്ക് നേരെ അവരുടെ ജീവിതത്തിൽ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും രേഖയാണ്, ഒന്നും തന്നെ വിട്ടുപോകുന്നതല്ല. അത്ര സൂക്ഷ്മമായിട്ട് അതിലുണ്ടാവുമൊക്കെ. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ അതാണ്ട് മറപ്പിക്കാനാണ് മറ്റേ ആള് പണിയെടുക്കുന്നത്, ശൈത്താൻ. ഇപ്പം നമുക്കൊരു ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഖുതുബ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കും, റബ്ബേ എങ്ങനെ ആയാൽ പറ്റില്ല, എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ ഒന്ന് നിറക്കണം. എന്നിട്ട് ഇനി തെറ്റുകൾക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ അല്ലാ ഈ വചനങ്ങളിലൂടെ എനിക്കൊന്ന് നന്നാവണം എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ അത് നമ്മൾ ഇവിടുന്നാണ് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്ക് ഇബ്ലീസ് പിടികൂടി മറപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ മനസ്സിൽ വേണം. നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാ ഖദ്ദമൂ, അവർ ചെയ്തിട്ടുള്ളത്. മാ ഖദ്ദമൂ മിൻ ഖൈരിൻ വ ശർരിൻ എന്നർത്ഥം. അവർ മുൻകൂട്ടി ചെയ്തിട്ടുള്ള അവരുടെ ഖൈറുകളാവട്ടെ ഷർറുകളാവട്ടെ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല വ ആസാറഹും, അവരുടെ അടയാളങ്ങളെയും നാം രേഖപ്പെടുത്തുന്നു, അവശിഷ്ടങ്ങളെയും രേഖപ്പെടുത്തുന്നതാണ്. അത് ജീവിതകാലത്തല്ല, മരിച്ചതിൻ്റെ ശേഷമാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഖൈറുണ്ട് ഷർറുണ്ട്. മരണം കൊണ്ട് തീരൂല. മരിച്ചാലും കറൻ്റായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക്. നന്മയും വരും തിന്മയും വരും. അതെന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ലോകത്ത് അസറുകൾ ബാക്കിയാക്കിക്കൊണ്ട് മരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കണം എന്നാണ്. നമ്മൾ ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമല്ല അല്ലാഹു തആല എഴുതുന്നത്, അതിൻ്റെ കൂലി മാത്രമല്ല തരിക. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, അതെനിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നുവെങ്കിൽ ആ ഉപകരിക്കുന്ന ആളുകളുടെയൊക്കെ പ്രവർത്തനം ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ചെയ്തു വെച്ചു പോയ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെയൊക്കെ ഒരു വിഹിതം, ആരൊക്കെ ആ നന്മകൾ ചെയ്യുന്നോ അതിൻ്റെയൊക്കെ ഒരു വിഹിതം എനിക്ക് കിട്ടുന്നു. ചെയ്തവരുടേതിൽ നിന്ന് കമ്മിയാക്കിയിട്ടല്ല തുടക്കക്കാരനായ എനിക്ക് തരുന്നത്, അള്ളാന്റെ ഫളലായിട്ടാ തരുക. ഇനി ഞാനൊരു തിന്മക്ക് തുടക്കം കുറിച്ചവനാണ്, ആ തിന്മക്ക് തുടക്കം കുറിച്ചിട്ട് ഞാനങ്ങ് മരിച്ചുപോയി എങ്കിൽ എൻ്റെ ഖബറിലേക്ക് ആ ഏതൊക്കെ തിന്മകൾ പിന്നെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ തിന്മയുടെ അതേ ശിക്ഷ എൻ്റെ അക്കൗണ്ടിലേക്കും വരുന്നുണ്ട്, അവർക്കൊട്ട് കുറയുകയുമില്ല. അപ്പൊ എത്രതിൻ്റെ ഗൗരവം, എത്രയാണതിൻ്റെ ഗൗരവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മോട് പറഞ്ഞു. ലാ തുഖ്തലു നഫ്സുൻ ളുൽമാ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്യായമായി കൊല്ലപ്പെടുന്നില്ല. ഇല്ലാ കാന അല ബിനി ആദമൽ അവ്വലി, ആദം സന്തതികളിലെ ആദ്യ പുത്രന് അവന് കിട്ടിയിട്ടല്ലാതെ കിഫിലും മിൻ ദമിഹാ, ഈ ലോകത്ത് നടക്കുന്ന സർവ്വ കൊലയുടെയും ഒരു വിഹിതം ആ മനുഷ്യനും കിട്ടും. ലി അന്നഹു, എന്തേ കാരണം, അവനാണ് അവ്വലമൻ സന്നൽ ഖത്ല, കൊലപാതകം എന്ന തിന്മക്ക് ഭൂമിയിൽ തുടക്കം കുറിച്ചവൻ അവനാണ്. എന്താണ് ആ സംഭവം? ഹാബീൽ ഹാബീലിനെ കൊന്നു. ആദം അലൈഹി ഇസ്ലാമിന്റെ രണ്ട് പുത്രന്മാർ, ഒന്ന് ഖാബീൽ, മറ്റൊന്ന് ഹാബീൽ. ഹാബീലിനോടുള്ള അസൂയ മൂത്തിട്ട് ഖാബീൽ സഹോദരനായ ഹാബീലിനെ എന്ത് ചെയ്തു? കൊന്നു. ഒരു ന്യായമല്ല, വെറും അസൂയാണ്, വെറും അസൂയാണ്. കാരണം സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടവനെ കൊന്നു. അന്യായമായി ഭൂമിയിൽ രക്തം ചിന്തിയ ആദ്യത്തെ സംഭവം. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് എത്രായിരം കോടിക്കണക്കിന് കൊലപാതകങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു വിഹിതം ആദ്യം ഈ തുടക്കക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്. നേരെ മറിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. ഒരു നന്മക്കൊരാൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം അവനുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവനാ തുടങ്ങി വെച്ച നന്മ അനുസരിച്ച് പിൽക്കാലത്ത് ആരൊക്കെ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ തുല്യമായൊരു പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ ഈ മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്കും കിട്ടും. സുബ്ഹാനല്ലാഹ്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരേക്കുള്ള ലോക മുസ്ലിമീങ്ങളുടെ ഈമാനിൻ്റെയും എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളുടെയും ഒരു വിഹിതം നമ്മളിനി ഒന്നും റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അങ്ങോട്ട് പോവുകയാണ്. കാരണം അവിടുന്ന് അത് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് ഈ സന്ദേശം പഠിപ്പിച്ചു തന്നത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ എത്ര കോടി ജനങ്ങൾ നന്മ ചെയ്യുന്നുവോ, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, എന്തൊക്കെ ഖൈറുകൾ ചെയ്യുന്നോ ആ ഖൈറിന്റെ ഒക്കെ തുല്യമായ ഒരു പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു കൊടുക്കുകയാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഓ നബിയേ, യജമാനനായ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് തൃപ്തിയാവോളം തരും. എത്രയാണ് പ്രതിഫലമൊക്കെ അത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നന്മക്ക് തുടക്കക്കാരനാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നന്മക്ക് തുടക്കം കുറിച്ചോ? ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താ പഠിപ്പിച്ചു തന്നത്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ. ആരെങ്കിലും ഒരു നല്ല നടപടിക്രമം നടപ്പിൽ വരുത്തിയാൽ ഫലഹു അജ്റുഹാ, അവന് അതിന്റെ പ്രതിഫലമുണ്ട്. വഅജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ നന്മ ഈ മനുഷ്യനും കിട്ടുകയാണ്, അവർക്കൊട്ടും കുറയാതെ. അതേപോലെ തന്നെ വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ, ഒരു ചീത്തയായ പ്രവൃത്തി ഒരാൾ തുടക്കം കുറിച്ചാൽ അവനതിൻ്റെ ശിക്ഷയുണ്ട്. അവൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ കൂടിയ ഏതൊക്കെ ആളുകളുണ്ടോ അവരുടെയൊക്കെ ആ ദുഷ്ചൈരിയുടെ ശിക്ഷ ഇവനുമുണ്ട്, അവർക്കൊട്ടും കുറയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ നോക്കൂ, മൻ ദആ ഇലാ ഹുദൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, നമ്മളറിയാവുന്ന ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, ഒരാളെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി, ആ മനുഷ്യന് പ്രതിഫലമുണ്ട്, ആ വിളിച്ച മനുഷ്യന് കൂലിയുണ്ട്. മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവന്റെ ആ സംസാരം കേട്ട്, അവന്റെ ഉപദേശം കേട്ട്, അവന്റെ ഗൈഡൻസിനെ പിൻപറ്റിക്കൊണ്ട് ആരൊക്കെ ആ നന്മകൾ ചെയ്യുന്നുവോ അവരുടെയൊക്കെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ഈ ക്ഷണിച്ച വ്യക്തിക്കുണ്ട്. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈആ, മറ്റുള്ളവരുടേതിൽ നിന്ന് ഒരു ശതമാനം എടുത്തിട്ടൊന്നുമല്ല അല്ലാഹു കൊടുക്കുന്നത്, അവർക്കൊട്ടും കുറയാതെ തന്നെ തുടക്കക്കാരന് അല്ലാഹു കൊടുക്കും. നേരെ മറിച്ചും പറഞ്ഞു, അമൻ ദആ ഇലാ ദലാലത്തിൻ, ആരെങ്കിലും ഒരു ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന അലൈഹി, ആ മനുഷ്യന്റെ മേലുണ്ടാകും മിനൽ ഇസ്മി, കുറ്റം, മിസ്ലു ആസാമി മൻ തബിഅഹു, ഇവൻ നടപ്പിൽ വരുത്തിയ ഈ തെമ്മാടിത്തത്തെ പിന്നെ ആരൊക്കെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവോ അവരൊക്കെ ചെയ്യുന്ന തിന്മയുടെ തുല്യമായ ഒരു ശിക്ഷ ഇവനും കിട്ടുന്നതാണ്. പക്ഷേ അവരുടെ ശിക്ഷയിൽ നിന്നും ഒന്നും കുറച്ചിട്ടല്ല ഇങ്ങോട്ട് കൊടുക്കുന്നത്, വേറെ തന്നെ കിട്ടും. ഇതൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ നമുക്ക് നന്മ തുടങ്ങാൻ പറ്റണം. നന്മ തുടങ്ങുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ഹദീസിനെ. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ എന്ന് പറഞ്ഞിട്ട് ചില മുസ്ലിയാക്കന്മാർ പറയാണ്, ആരെങ്കിലും ഒരു നല്ല സുന്നത്ത് നടപ്പിലാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തരാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നല്ലതാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പുതിയ നിസ്കാരം, പുതിയ നോമ്പ്, പുതിയ ദിക്ർ, പുതിയ സലാത്ത്, നാരിയ സലാത്ത്, മറ്റേ അർശ്, നൂറുൽ ഈമാൻ ദുആ, ഇങ്ങനെ കുറേ അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറേ പുണ്യങ്ങളും എണ്ണങ്ങളും വണ്ണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ദലാലത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ ഒരു പേരിടണം, എന്താ? ഒക്കെ നല്ല കാര്യമല്ലേ, നല്ലതല്ലേ, മൗലൂദല്ലേ, ദിക്റല്ലേ, കുത്തുബിയത്തല്ലേ, ബൈത്തല്ലേ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ട് തെളിവെന്താ? കണ്ടില്ലേ ഹദീസിൽ? ഇങ്ങനെ ഒന്ന് തുടങ്ങിയാലോ തുടങ്ങിയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള കൂലിയുണ്ട്? ഇല്ല. ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യം ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയതോ മറന്നതോ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതോ ഒക്കെയായ കാര്യങ്ങളെ നമ്മൾ ഹയാത്താക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ പുതിയതുണ്ടാക്കലല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ നാളെ ലുഹറിൻ്റെയും സുബൈൻ്റെയും ഇടയ്ക്ക് കുറേ മണിക്കൂർ ഇടണ്ട്, 10 മണിക്കൊരു പ്രത്യേക നിസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു നിസ്കാരം നടപ്പിലാക്കുകയാണ്. ഒരുപാട് ആൾക്കാർ സുജൂദ് ചെയ്യല്ലേ, ഫാത്തിഹ ഓതല്ലേ, റുകൂഅല്ലേ ചെയ്യുന്നത്, പിന്നെ തസ്ബീഹ് അല്ലേ ചൊല്ലുന്നത്, അല്ലാഹു അക്ബർ എന്നല്ലേ പറയുന്നത്, വേറൊന്നുമല്ലല്ലോ. അതിൻ്റെ കൂലി കിട്ടുമോ? കൂലി കിട്ടൂല, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതല്ല ഈ പറയുന്നത്. ഇസ്ലാമിലുള്ള ഒരു കാര്യത്തെ ഒരാൾ
സമൂഹം മറന്നുപോയി, സമൂഹം ഹയാത്താക്കാത്ത എത്രയോ നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നടപ്പിൽ വരുത്തിയാൽ എന്നാണ് പറയുന്നത്. അല്ലാതെ ഇസ്ലാമിലില്ലാത്തൊരു നിസ്കാരവും നോമ്പൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ പോക്കറ്റിൽ നിന്ന് നമ്മളൊരു ദീനുണ്ടാക്കിയിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലല്ല. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളുടെ തുടക്കക്കാരാവാൻ നമുക്ക് കഴിയണം. മിഫ്താഹുൽ ഖൈറുകളാവണം, മിഫ്താഹു ഷർറുകളാവരുത്. മിഫ്താഹുൽ ഖൈർ, നന്മയുടെ താക്കോലുകളാവാൻ നമുക്ക് സാധിക്കണം. ഷെറിൻ്റെ താക്കോലുകളാവാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. കുറേ വിശദീകരിക്കാണ്ട് ഞാൻ അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. ഒരുപാട് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാനുണ്ട്. നമ്മളെ വീടുകളിൽ വാങ്ങിവെക്കുന്ന സാധനങ്ങൾ പോലും, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ പോലും ഇന്നൊക്കെ പലരും, നമ്മൾ സാധാരണക്കാരെ എല്ലാവരും മനസ്സിലാക്കണം, വീടുകളിലൊക്കെ ചാനൽ വെച്ചിട്ടുണ്ടാവും. പാപ്പ ഗൾഫിൽ പോന്നിട്ടുണ്ടാവും, അവിടെ ഭാര്യയും മക്കളൊക്കെ ആയിരിക്കും അവർ നിയന്ത്രിക്കുന്നത്. നല്ല ചാനലുകളും കിട്ടണം എന്നുള്ള നിലക്ക് സംവിധാനങ്ങളൊക്കെ ടിവിയും വലിയ ഹോം തിയേറ്ററൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാണുന്നത് മുഴുവനും അശ്ലീലത. ഇത് വെച്ചുകൊടുത്തവൻ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ അതാരൊക്കെ കണ്ട് വഴിവിഴക്കുന്നുവോ അതിൻ്റെയൊക്കെ ശിക്ഷ ഈ വെച്ചുകൊടുത്ത വാപ്പാക്കുണ്ട്, ഈ രക്ഷിതാവിനുണ്ട്. അയാൾ മരിച്ചാലും ആ മരണത്തിന്റെ ശേഷം ആരൊക്കെ പിന്നെയും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഖബറിലും എത്തും ആ ശിക്ഷ. മനസ്സിലാകാൻ ഒരു ലളിത ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഏതൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചില കല്യാണങ്ങളിൽ തോന്നിയാസങ്ങൾ ഓരോരുത്തരാണ് നടപ്പിലാക്കല. ആരാണോ അതിൻ്റെ തുടക്കക്കാരൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരും. കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, കൂത്താട്ടങ്ങൾ, ഏത് ജില്ലക്കാർ, ഏത് പണക്കാരൻ, ഏത് മുതലാളി, ഏത് നാട്ടുകാരൻ എവിടെ തുടങ്ങിയോ അള്ളാഹ്ക്കറിയും. അത് ഏതൊക്കെ രാജ്യക്കാർ ഏറ്റെടുത്ത് എവിടെയൊക്കെ ആ കൂത്താട്ടം നടത്തുന്നുവോ ഒരു വിഹിതം ജീവിച്ചിരിക്കുമ്പോഴും കിട്ടും, മരിച്ചാലും കിട്ടും. കാരണം ഇവൻ തുടക്കക്കാരനാണ്. നേരെ മറിച്ച് നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി, ഒരു മസ്ജിദ് ഉണ്ടാക്കി, ആരും അറിഞ്ഞില്ല ആരാ അതുണ്ടാക്കിയത്. നിങ്ങൾക്കും അള്ളാഹ്ക്കും അറിയാം. നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ മരിക്കോളം അവിടെ 5 നേരം നിസ്കാരം നടക്കുന്നു, ഖുർആൻ ഓതുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ഖുതുബകൾ നടക്കുന്നു, ഉപദേശങ്ങൾ നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും തുല്യമായ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമ്മുടെ അക്കൗണ്ടിലും ഹസനത്തായിട്ട് അങ്ങനെ രേഖപ്പെടുത്തും. ഇനി നമ്മൾ മരിച്ചു, മരണശേഷവും ആ പള്ളി ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവിടെ നടക്കുന്ന ഓരോ നന്മകൾക്കും അതിൻ്റെ തുല്യമായ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്കും ഇങ്ങനെ വരികയാണ്. എന്തപ്പം നമ്മളൊക്കെ കൊണ്ടുപോകാൻ സമ്പാദ്യമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ, ഗൗരവത്തോടു കൂടെ ആലോചിക്കണം. ഒരു പള്ളി ഉണ്ടാക്കൽ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്കൊക്കെ വിശദമായി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായി ഗ്രഹിക്കണം. പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ തിന്മയുടെ റെക്കോർഡിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡുകളെയും റബ്ബിലേക്ക് നമ്മുടെ തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹു അതെല്ലാം മായ്ച്ചു കളയുമാറാകട്ടെ. നന്മകൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ നിയ്യത്ത് കൊണ്ടോ ഇഖ്ലാസില്ലായ്മ കൊണ്ടോ വല്ല പോരായ്മയും വന്നു പോയെങ്കിൽ റഹ്മാനായ റബ്ബത് നികത്തി പൂർണ്ണമായ ഹസനത്തുകളായി നമുക്ക് പരലോകത്തത് ഇരട്ടികളായിക്കൊണ്ട് തിരിച്ചു നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ വരാതെ, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾക്ക് ഇടയാവാതെ റബ്ബിൻ്റെ കാവൽ നമ്മളിൽ എല്ലാവരിലും അവൻ എപ്പോഴും തരുമാറാകട്ടെ. രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ഈ കൂട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകും, മാനസികവും ശാരീരികവുമായ പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ടാകും. റഹ്മാനായ റബ്ബ് ഈ ഉന്നതമായ ഈ ഒരു മജ്ലിസിൽ എല്ലാ പ്രയാസങ്ങളും റബ്ബ് അറിയുന്നവനാണ്. എല്ലാ പ്രയാസങ്ങളെയും റബ്ബ് തീർത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറും ബർക്കത്തും അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും ബന്ധപ്പെട്ടവരിലുമൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.